സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബെല്ലയുടെയും DYSP കുരുവിളയുടെയും ഒക്കെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ദേവിക ഭാർഗവിയുടെ വീട്ടിൽ ചെല്ലുന്നതും ഭാർഗവിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ദേവികയെ ഇപ്പം ഇങ്ങോട്ട് കാണാനില്ലല്ലോ എന്നൊക്കെ പരാതി പറയുമ്പം ആൻറ്റിക്ക് അറിയാലോ ഞാൻ കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു എന്ന് പറയുമ്പോൾ ഗൗരി ചോദിക്കുന്നുണ്ട്, ദേവികയ്ക്കും നന്ദനും ഇനി ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ലേ, നിങ്ങളിങ്ങനെ പിരിഞ്ഞ് ജീവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ലല്ലോ ഗൗരി കാര്യങ്ങൾ തന്നെ. എന്തായാലും ഇനിയിപ്പോൾ നന്ദു ഞാനും ഒരുമിച്ച് ജീവിക്കണമെന്ന് കരുതിയാൽ പോലും അതിന് സാധിക്കില്ല. ഇനി ഞങ്ങളുടെ ജീവിതം രണ്ട് സ്ഥലത്തായിരിക്കും എന്ന് പറയുമ്പം അതെന്താ മോളെ അങ്ങനെ പറയണേന്ന് ഭാർഗവി ചോദിക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, നന്ദുവിൻ്റെ ജീവിതം ജയിലിലും എൻ്റെ ജീവിതം എൻ്റെ വീട്ടിലും ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ ഇവരിങ്ങനെ നോക്കുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നന്ദു ഇപ്പോൾ ഒരു കൊല ചെയ്തിട്ട് നിൽക്കുവാന്ന്. അത് കേട്ടതും ഭാർഗവിയും മുരളിയും ചോദിക്കുന്നുണ്ട്, എന്താ ദേവിക നീ പറയണത്, ആരെ കൊന്നു എന്നാ പറയണേന്ന് ചോദിക്കുമ്പം അത് അരുന്ധതി മേഡത്തിൻ്റെ മകനില്ലേ ഋഷി, അവനെ കാണാനില്ല എന്ന് പറഞ്ഞ് കുറേ കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇനിയിപ്പോൾ ആർക്കും ആ ഋഷിയെ കാണാൻ പറ്റില്ല. അതെന്താ, ഋഷിക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അതാ ഞാൻ പറഞ്ഞേ നന്ദു ഋഷിയെ കൊന്നു. അത് കേട്ടതും ഈ ഭാർഗവി മുരളിയും ഗൗരി എല്ലാവരും ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് മുരളി ചോദിക്കുന്നുണ്ട്, എന്നാ ഇത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം കുറച്ച് ദിവസങ്ങളായി, ഇത്രയും ദിവസം നന്ദു അത് മനസ്സിലടക്കി നടക്കുമായിരുന്നു. പിന്നെ നന്ദുവിന് സഹായത്തിന് ഇസബെല്ലയും കെവിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ നന്ദു എന്നിൽ നിന്നൊക്കെ അകന്നു നിന്നത്. ഇനിയിപ്പോൾ എന്നോട് അടുപ്പം കാണിച്ചാൽ സത്യങ്ങളൊക്കെ പറയേണ്ടി വന്നെങ്കിലോ എന്ന് ഉയർത്താൻ മുരളിയേട്ടാന്ന് പറയുമ്പോൾ മുരളിയും പറയുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും നന്ദൻ എന്നെയും അകറ്റി നിർത്തിയത്. കുറച്ച് ദിവസങ്ങളായിട്ട് നന്ദൻ എന്നെ കണ്ടാൽ സംസാരിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. കെവിനും ഇസബെല്ലയും കൂട്ട് കിട്ടിയപ്പം എന്നെ വേണ്ടാന്ന് വെച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണോ, ഇനി എന്താ മുന്നോട്ടുള്ള തീരുമാനം എന്ന് ചോദിക്കുമ്പം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ നടക്കട്ടെ എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കണേ. അതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ ഹരിയങ്ങളെ വിളിച്ച് വരുത്തിയത്. ഹരിയങ്ങൾ നന്ദുമായിട്ട് സംസാരിച്ചു. ഹരിയങ്ങളിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഹരിയങ്ങൾ അരുന്ധതി മേഡത്തെ കാണാനായിട്ട് പോയിട്ടുണ്ട്. അന്നേരം ഭാർഗവി പറയുന്നുണ്ട്, അതെന്തിനാ ഹരിസാർ അങ്ങോട്ട് പോയത്, മോള് വിളിച്ചിട്ട് ഹരിസാറിനോട് അങ്ങോട്ട് പോകണ്ട, അവരെ കാണണ്ടെന്ന് പറയാമെന്ന് പറയുമ്പം ദേവിക ചോദിക്കുന്നുണ്ട്, അതെന്താ ആൻറ്റി, അരുന്ധതി മേഡത്തെയും കൂടി കണ്ടാലല്ലേ ഹരിയങ്ങളിന് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പം അവരെ അങ്ങനെ പോയി കാണാൻ പറ്റിയൊരു സ്ത്രീയല്ല അവരെപ്പോഴും തോക്കും കൈ പിടിച്ചുകൊണ്ടാണ് നടക്കണേ. അന്ന് തന്നെ ഞാൻ പ്രഭക്കുഞ്ഞിനെ കാണാണ്ട് അന്വേഷിച്ച് അവിടെ ചെന്ന സമയത്ത് അവരെന്നെ കൊല്ലാനായിട്ട് തോക്ക് ചൂണ്ടിയതാണ്. അന്നേരം ദേവിക പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല ആൻറ്റി, അരുന്ധതി മേഡത്തെ ഹരിയങ്ങളിന് അറിയാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാധവനെയാണ്. മാധവന് കഞ്ഞി കൊടുക്കാനായിട്ട് രാധിക ചെല്ലണ സമയത്ത് മാധവൻ പറയുന്നുണ്ട്, രാധിക എനിക്ക് നന്ദനോടൊന്ന് സംസാരിക്കണം, അവൻ എന്തായാലും ഇങ്ങോട്ട് വരില്ലല്ലോ, മോളോട് പറഞ്ഞിട്ട് മോള് സമ്മതിക്കണമില്ല എന്ന് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, മോൾക്കത് ഇഷ്ടമല്ല മാധവേട്ട, അതുകൊണ്ട് ഇനി മോളെ നിർബന്ധിക്കണ്ട, അവൻ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ വരട്ടെ എന്ന് പറയുമ്പം അത് പറ്റില്ല രാധികെ, എനിക്കിപ്പോൾ തന്നെ അവനോടൊന്ന് സംസാരിക്കണം, നീ ആ നന്ദൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ചേന്ന് പറയണം. അങ്ങനെ രാധിക ഫോൺ എടുത്ത് നന്ദൻ്റെ നമ്പറിൽ വിളിക്കുമ്പം നന്ദൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയണത്. നന്ദൻ്റെ ഫോൺ അന്ന് തന്നെ സിദ്ധാർത്ഥൻ സ്വിച്ച് ഓഫ് ചെയ്യിപ്പിച്ചായിരുന്നല്ലോ. എന്നിട്ട് രാധിക പറയുന്നുണ്ട്, ഫോൺ സ്വിച്ച് ഓഫ് എന്നല്ല പറയണേന്ന് പറയുമ്പോൾ ഒന്നും കൂടി വിളിച്ച് നോക്കുമെന്ന് പറയണു. അങ്ങനെ പല പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ സ്വിച്ച് ഓഫ് എന്ന് കേൾക്കുമ്പോൾ രാധിക പറയുന്നുണ്ട്, നന്ദൻ്റെ ഫോൺ കേടായിരിക്കും മാധവേട്ട, ഫോൺ സ്വിച്ച് ഓഫ് എന്ന് തന്നെയാണ് പറയണേ, എന്നാൽ നീ ഒരു പണി ആ പ്രഭാവതിയുടെ ഫോണിലേക്ക് വിളിക്കുക, എന്നിട്ട് നന്ദന് ഫോണൊന്ന് കൊടുക്കാൻ പറയാന്ന്. അങ്ങനെ നമ്മളുടെ രാധികയാണ് ഈ ഫോൺ എടുത്ത് പ്രഭാവതിയുടെ നമ്പറിലേക്ക് വിളിക്കാനായിട്ട് തുടങ്ങിയതും ശാരിക വരുന്നുണ്ട്. ശാരിക വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയും അച്ഛനും ഇത് ആരെ വിളിക്കണ കാര്യം പറയണേന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ വേറൊരാളെ വിളിക്കണ കാര്യം പറഞ്ഞതാണ് ഈ രാധിക പറയുമ്പോൾ ശാരിക പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, നന്ദേട്ടനെ വിളിക്കണ കാര്യമല്ലേ അച്ഛനും അമ്മയും പറയണേ, ഇവിടുന്ന് ആരും നന്ദേട്ടനെ വിളിക്കണമില്ല, നന്ദേട്ടനോട് സംസാരിക്കണമില്ല, ഇനിയിപ്പോൾ ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാനാണ് നിങ്ങൾ തീരുമാനിച്ചേക്കണമെങ്കിൽ ഞാനതിന് സപ്പോർട്ട് നിൽക്കൂല, എനിക്കെൻ്റെ ചേച്ചിയാണ് വലുത്, ചേച്ചി ഒരാളെ സ്നേഹിച്ചു, അയാളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വിവാഹം കഴിച്ചു, എന്നിട്ട് ഇന്ന് വരെയും ചേച്ചി സമാധാനമായിട്ട് ജീവിച്ചിട്ടുണ്ടോ, ഇനിയെങ്കിലും എൻ്റെ ചേച്ചിക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിതം വേണം, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആരും ചന്ദ്രോത്തേക്ക് വിളിക്കണില്ല എന്നും പറഞ്ഞുകൊണ്ട് ശാരിക ദേഷ്യപ്പെടുമ്പം രാധികയാണെങ്കിൽ ശാരികയോട് ചോദിക്കുന്നുണ്ട്, അതെന്താടി ഞങ്ങൾക്കാരെയും ഫോൺ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ, നീ നിൻ്റെ ഇഷ്ടത്തിനല്ലേ നടക്കണേ, നിന്നോട് എന്തെങ്കിലും പറയുമ്പോൾ അതെല്ലാം നിൻ്റെ സ്വാതന്ത്ര്യമാണെന്നല്ലോ പറയാറ്, അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ സ്വാതന്ത്ര്യമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പം അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും ആരെ വേണമെങ്കിലും വിളിച്ചോന്നും പറഞ്ഞ് ശാരിക ഫോൺ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇവർ തന്നെ ഫോൺ വിളിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ
ഹരിയങ്കളിനാണ്. ഹരിയങ്കൾ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മളുടെ അരുന്ധതിയുടെ വീടിൻ്റെ അവിടെ എത്തിയതും കാർ അവിടെ നിർത്തുന്നുണ്ട്. ഈ സമയം അരുന്ധതി ആണെങ്കിൽ ആരോ വന്നു എന്ന് തോന്നിയിട്ട് വന്ന് ഡോറ് തുറക്കുമ്പം ഈ ഹരിയങ്കൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അരുന്ധതിക്കാണെങ്കിൽ ആദ്യം ആളെ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹരിയങ്കൾ പറയുന്നുണ്ട്, അരുന്ധതി അല്ലേ, എന്നെ മനസ്സിലായോ, ഞാൻ ഹരികൃഷ്ണനാന്ന് പറയുമ്പം അരുന്ധതി ഇങ്ങനെ ആലോചിച്ചിട്ട് ആ ജഡ്ജല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ ജഡ്ജാ, കുറച്ച് നാളായിട്ട് ഞാനിവിടെ ഇല്ലായിരുന്നു, വെളിയിലായിരുന്നു എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, ആ എനിക്കറിയാം, എന്തായാലും സാർ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം എനിക്ക് അരുന്ധതിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ, എന്നാൽ സാറ് കയറി വാ, അകത്തിരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഈ അരുന്ധതിയാണെങ്കിൽ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറിയിരുന്നതും ഈ ഹരിയങ്കളാണെങ്കിൽ അരുന്ധതിയെയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്ത് അരുന്ധതി പെട്ടെന്ന് തന്നെ ഓർക്കുന്നുണ്ട്, ഋഷി എങ്ങാനും താഴേക്ക് ഇറങ്ങി വന്നാൽ പ്രശ്നമാവുമല്ലോ എന്ന്. അങ്ങനെ അരുന്ധതി ഈ ഹരിയങ്കളുടെ അടുത്തുനിന്ന് മാറാൻ വേണ്ടിയിട്ട് ഹരിയങ്കളിനോട് പറയുന്നുണ്ട്, സാറേ ഒരു മിനിറ്റ്, ഞാൻ സിസ്റ്റം ഓൺ ചെയ്തിട്ടേക്കായിരുന്നു, ഞാൻ സിസ്റ്റം ഒന്ന് ഓഫ് ചെയ്തിട്ട് വരാം, സാർ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഈ അരുന്ധതി മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഋഷിയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നിടത്തേക്ക് അരുന്ധതി ചെല്ലുന്നതാണ്. ഇതേ സമയം നമ്മളുടെ നന്ദനാണെങ്കിൽ നല്ല ഉറക്കമാണ്. പ്രഭാവതി നന്ദൻ്റെ റൂമിൽ ചെന്നിട്ട് നന്ദനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദ, നിനക്ക് ഞാനൊരു കോഫി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടമ്മേ, എനിക്കിപ്പോൾ ഒന്നും വേണ്ട എന്ന് പറയുന്നു. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട്, നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, എല്ലാം ശരിയാവും, സമാധാനപ്പെട്ടിരിക്കുക. പിന്നീട് പ്രഭാവതി താഴോട്ട് വരുമ്പം സിദ്ധാർത്ഥൻ അവിടെ ഇരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥനോട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, നന്ദൻ എല്ലാ സത്യങ്ങളും പറഞ്ഞില്ലേ, കൊലക്കുറ്റം നന്ദൻ സ്വയം ഏൽക്കുകയും ചെയ്തു, പിന്നെ എന്തിനാ ഹരിയേട്ടൻ അരുന്ധതിയെ കാണാൻ പോയത്, അല്ലെങ്കിൽ തന്നെ നന്ദനിവിടെ കൊലപാതകം ചെയ്തിട്ട് നിൽക്കുക, എന്നിട്ട് ആ മരിച്ചയാളുടെ വീട്ടിലേക്ക് ഹരിയേട്ടന് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഹരിയേട്ടൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ അരുന്ധതിയുടെ വീട്ടിലേക്ക് പോകില്ലല്ലോ, എന്തായാലും ഹരിയേട്ടൻ പോയിട്ട് വരട്ടെ, എന്താ സംഭവം എന്ന് അറിയാമല്ലോ എന്ന്. അങ്ങനെ ഇവർ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥനോട് ചോദിക്കുന്നുണ്ട്, ഹരിയങ്കൾ വന്നോ അച്ഛാന്ന് ചോദിക്കുമ്പം ഇല്ല മോളെ, ഹരിയങ്കൾ വിളിക്കുക എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുമ്പം അതും ഇല്ല എന്ന് പറയുന്ന സമയത്ത് ദേവിക പറയുന്നുണ്ട്, എന്തായാലും അച്ഛനായിട്ട് ഹരിയങ്കളിനെ വിളിക്കാൻ നിൽക്കണ്ട, ഹരിയങ്കൾ വന്നു കഴിയുമ്പം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമല്ലോ എന്ന് പറയുമ്പം എന്തായാലും ഹരിയേട്ടൻ വരാനുള്ള സമയമായിട്ടുണ്ട്, ഞങ്ങൾ ഹരിയേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. താഴെ വന്നിട്ട് ഈ ഹരിയങ്കളിനോട് ചോദിക്കുന്നുണ്ട്, സാറിന് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പം ആ എന്നാൽ ഒരു ചായ എടുത്തു എന്ന് പറയണു. അങ്ങനെ അരുന്ധതി ചായയൊക്കെ ആയിട്ട് വന്നിട്ട് ചായ കൊടുത്തതും ഹരിയങ്കൾ പറയുന്നുണ്ട്, അരുന്ധതി ഇവിടെ ഇരിക്കുക, എനിക്ക് അരുന്ധതിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന്. അന്നേരം അരുന്ധതിക്കാണെങ്കിൽ ആകെ ഒരു വെപ്രാളമൊക്കെ ഉണ്ട്. അത് നമ്മളുടെ ഹരിയങ്കളാണെങ്കിൽ ശ്രദ്ധിക്കണമുണ്ട്. പിന്നീട് ചോദിക്കുന്നുണ്ട്, ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാർ, ഒരു വിവരവും ഇല്ല എന്ന് പറയണു. അന്നേരം ഈ ഹരിയങ്കൾ പറയുന്നുണ്ട്, ഞാൻ ചന്ദ്രോത്ത് ചെന്നപ്പം പ്രഭാവതി എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഋഷിയെ കാണാനില്ല എന്നും അന്വേഷണം എങ്ങും എത്തിയില്ല എന്നും. എന്തായാലും അരുന്ധതിക്ക് അറിയാലോ, പ്രഭാവതി എനിക്ക് അത്രയ്ക്കും അടുത്ത ബന്ധത്തിലുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ പ്രഭാവതി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എത്രയും പെട്ടെന്ന് ഋഷിയെ കണ്ടെത്തണമെന്നും പറഞ്ഞ് നമുക്ക് മിനിസ്റ്ററുടെ അടുത്തൊരു കേസ് ഫയൽ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി ആണെങ്കിൽ വലിയ താല്പര്യമൊന്നും കാണിക്കണില്ല. അരുന്ധതി ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അന്നേരം ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട്, പ്രഭാവതി പറഞ്ഞ രീതിയിലുള്ള ടെൻഷനും വിഷമമൊന്നും അരുന്ധതിക്ക് ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അതിപ്പോൾ എല്ലാവർക്കും ടെൻഷൻ മനസ്സിലായിക്കൊള്ളണമെന്നില്ലല്ലോ സാറേ എന്ന് പറയുമ്പോൾ ഈ ഹരിയങ്കൾ പറയുന്നുണ്ട്, അത് ശരിയാ, അമ്മയുടെ ടെൻഷൻ അമ്മയ്ക്കേ മനസ്സിലാവുള്ളൂ, എന്തായാലും ഋഷി എവിടെയാണെന്ന് എന്തെങ്കിലും ഒരു സംശയം അരുന്ധതിക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല സാറേ എന്ന് പറയണു. എന്നാലും എവിടെയെങ്കിലും പോയതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല എന്ന് തന്നെ അരുന്ധതി പറയുന്നുണ്ട്. പിന്നീട് കേസന്വേഷണം എന്താ മുന്നോട്ട് പോകാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം എല്ലാത്തിനും അതിൻ്റേതായ ഒരു രീതിയില്ലേ സാറേ, അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്ന സമയത്ത് ഹരിയങ്കൾ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഈ കേസിലൊന്ന് ഇടപെട്ടാലോ, എനിക്ക് മിനിസ്റ്ററുടെ ഓഫീസിലും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലൊക്കെ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്, ഞാൻ അവർക്കൊരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കട്ടെ, അപ്പോൾ അന്വേഷണം ഊർജിതമാവും എന്ന് പറയുമ്പോൾ ഈ അരുന്ധതിയാണെങ്കിൽ അതിന് വലിയ താല്പര്യമൊന്നും കാണിക്കണില്ല. ഈ സമയത്ത് ഹരിയങ്കളാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കംപ്ലൈൻറ്റ് കൊടുക്കണ കാര്യം പറഞ്ഞപ്പോൾ അരുന്ധതിക്ക് വലിയ താല്പര്യമില്ലാത്ത പോലെ എന്ന് പറയുമ്പോൾ അല്ല, സാറിന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ താല്പര്യമാണെങ്കിൽ സാറ് കൊടുത്തു, എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ അരുന്ധതി ഒറ്റയ്ക്കാണോ താമസം എന്ന് ചോദിക്കുമ്പം അരുന്ധതി ഒന്നങ്ങോട്ട് പരങ്ങുന്നുണ്ട്. എന്തായാലും ഋഷിയും ഉള്ളതുകൊണ്ട് തന്നെ അരുന്ധതിക്ക് പെട്ടെന്ന് അത് പറയാൻ പറ്റണില്ല. എന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട്, അതെ സാർ, ഞാനിവിടെ ഒറ്റയ്ക്കാണ്, എന്തായാലും ഞാനിപ്പോൾ പോവുക,
അരുന്ധതി ഒരു കംപ്ലൈൻറ്റ് എഴുതി എനിക്ക് തന്നേരെ ഞാനിപ്പോൾ തന്നെ അത് മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് അയച്ചേക്കാം. അങ്ങനെ അന്വേഷണം നടക്കട്ടെ. എത്രയും പെട്ടെന്ന് നമുക്ക് ഋഷിയെ കണ്ടെത്തണം. ചന്ദ്രോത്തുള്ളവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. അന്ന് അരുന്ധതി ചന്ദ്രോത്ത് നിന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നല്ലോ. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ കേസിനൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഹരിയങ്ങൾ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. പിന്നീട് അരുന്ധതി ഈ വിവരങ്ങളെല്ലാം ഋഷിയോടൊക്കെ പറഞ്ഞിട്ട് ഋഷി ഇസബല്ലയെ വിളിച്ച് പറഞ്ഞതും ഇസബല്ല കുരുവിളേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, പാപ്പ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയെന്നാണ് തോന്നണേ. അല്ലെങ്കിൽ പിന്നെ ആ ജഡ്ജ് അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ ചെല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഋഷിയെ അന്വേഷിക്കുകയും ചെയ്തു. ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലാവണില്ല. നമ്മളറിയാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പാപ്പ. നമ്മളിതിൽ ശരിക്കും കുടുങ്ങുന്നാണ് തോന്നണേന്ന്. ആ സമയം ഈ കുരുവിളി ആണെങ്കിൽ ആകെ ഒരു ടെൻഷനോടുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമ്മളുടെ ഹരിയങ്ങൾ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം അരുന്ധതിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.